നമസ്കാരം. സീൽ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കണ്ണൂർ കോർപ്പറേഷൻ സ്ഥിരം സമിതി തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ ഹർജി. ക്ഷേമകാര്യ സ്ഥിരം സമിതി തെരഞ്ഞെടുപ്പിൽ തന്റെ വോട്ട് അസാധുവല്ലെന്നും 11 നടക്കുന്ന ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണമെന്നും ആവശ്യപ്പെട്ട് കൌൺസിലർ സി എറമുല്ലാൻ ഹൈക്കോടതിയിൽ. ശ്രീകണ്ഠപുരത്ത് വീണ്ടും അനധികൃത മണൽക്കടത്ത് സജീവം. ടിപ്പർ ലോറിയിൽ കടത്താൻ ശ്രമിക്കവേ 2 ലോഡ് മണൽ പിടികൂടി. 8 പേർ അറസ്റ്റിൽ. പരിയാരം മെഡിക്കൽ കോളേജ് ഭരണസമിതി തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നടന്നു. പത്രിക സമർപ്പിച്ചത് LDF നേതൃത്വത്തിലുള്ള പാനൽ. UDF വിട്ടുനിന്നു. അനാസ്ഥയുടെ പര്യായമായി എരിപുരത്തെ കല്ലേശ്ശേരി അഡീഷണൽ ശിശുവികസന പദ്ധതി ഓഫീസറുടെ കാര്യാലയം. കെട്ടിടം കാട് കയറി ഇഴജന്തുക്കളുടെയും മദ്യപാനികളുടെയും കേന്ദ്രം. നടപടി സ്വീകരിക്കാതെ അധികാരികൾ. വാർത്തകൾ വിശദമായി. കണ്ണൂർ കോർപ്പറേഷൻ സ്ഥിരം സമിതി തെരഞ്ഞെടുപ്പിൽ ലീഗ് അംഗത്തിന്റെ വോട്ട് അസാധുവായി പരിഗണിച്ചതിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി നൽകി. തന്റെ വോട്ട് അസാധുവായ നടപടി പിൻവലിക്കണമെന്നും 11 നടക്കുന്ന ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ടും ലീഗ് കൌൺസിലർ സി എറമുള്ളാനാണ് ഹർജി നൽകിയത്. അതേസമയം 6 സ്ഥിരം സമിതികളിൽ അധ്യക്ഷന്മാരെക്കുറിച്ച് ധാരണയുമായി. സ്ഥിരം സമിതി അധ്യക്ഷ തെരഞ്ഞെടുപ്പ് 11 നടക്കുക. 6 സ്ഥിരം സമിതികളിലും UDF-നാണ് മുൻതൂക്കം. അഡ്വക്കേറ്റ് TO മോഹനൻ, PK വിനോദ്, അഡ്വക്കേറ്റ് P ഇന്ദിര, ഷാഹിന മൊയ്തീൻ, C സീനത്ത് എന്നിവർ അധ്യക്ഷന്മാരാകും. ക്ഷേമകാര്യ സമിതി LDF-നാണ്. CPI-യുടെ വെള്ളോറ രാജനാകും സമിതി അധ്യക്ഷൻ. അതേസമയം ക്ഷേമകാര്യ സമിതിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 2 വോട്ട് അസാധുവാക്കിയ നടപടിക്കെതിരെയാണ് സി എറമുല്ലാൻ ഹൈക്കോടതിയെ സമീപിക്കുന്നത്. 1 വോട്ട് അസാധുവായതിനെ തുടർന്ന് നറുക്കെടുപ്പിലൂടെയാണ് ഈ ബീനയെ തെരഞ്ഞെടുത്തത്. സീൽ ന്യൂസ്, കണ്ണൂർ. ശ്രീകണ്ഠപുരം മേഖലയിൽ വീണ്ടും അനധികൃത മണൽക്കടത്ത് സജീവം. ടിപ്പർ ലോറികളിൽ അനധികൃതമായി കടത്താൻ ശ്രമിച്ച 2 ടിപ്പർ ലോറികളാണ് പോലീസ് പിടിച്ചെടുത്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് 8 പേരെ ശ്രീകണ്ഠപുരം പോലീസ് അറസ്റ്റ് ചെയ്തു. ശ്രീകണ്ഠാപുരം പഴയങ്ങാടി മക്കാബിന് സമീപത്തെ പുഴയോരത്ത് നിന്ന് തിങ്കളാഴ്ച പുലർച്ചെ ലോറിയിലേക്ക് മണൽ കയറ്റിക്കൊണ്ടിരിക്കുന്നതിനിടെയാണ് സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ശ്രീകണ്ഠാപുരം SI PB സജീവിന്റെ നേതൃത്വത്തിൽ വേഷം മാറിയെത്തിയ പോലീസ് സംഘമാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് KL 58C 8896 നമ്പർ ടിപ്പർ ലോറി കസ്റ്റഡിയിലെടുത്തു. 8 പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. സീൽ ന്യൂസ്, ശ്രീകണ്ഠാപുരം. പരിയാരം കാരക്കുണ്ടിൽ അയ്യപ്പ ഭജനമഠത്തിൽ കവർച്ച. ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന് 10,000 രൂപയോളം മോഷ്ടിച്ചു. രാവിലെയാണ് കവർച്ച ശ്രദ്ധയിൽപ്പെട്ടത്. ക്ഷേത്രത്തിലെ 2 ഭണ്ഡാരങ്ങൾ കവർന്നിട്ടുണ്ട്. ഒരു ഭണ്ഡാരം കുത്തിത്തുറക്കുകയും മറ്റൊരു ഭണ്ഡാരം എടുത്തുകൊണ്ടുപോവുകയും ചെയ്തു. 10,000 രൂപ നഷ്ടപ്പെട്ടതായാണ് പ്രാഥമിക നിഗമനം. പരിയാരം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. സീൽ ന്യൂസ്, തളിപ്പറമ്പ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക തൊഴിലാളി ഫെഡറേഷൻ ആഭിമുഖ്യത്തിൽ കണ്ണൂർ റെയിൽവേ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടന്നു. CPI ജില്ലാ സെക്രട്ടറി P സന്തോഷ് കുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഭരണഘടന എല്ലാവർക്കും തുല്യമായ അവകാശങ്ങൾ, നീതി ഒക്കെ ഉറപ്പുവരുന്നുണ്ട് എങ്കിൽ പോലും, അത് ഭരണഘടനയിൽ കൃത്യമായി പറയുന്നുണ്ട് എങ്കിൽ പോലും, മനുഷ്യാവകാശങ്ങളുടെയും പൗരാവകാശങ്ങളുടെയും ലംഘനത്തിന്റെ കാര്യത്തിൽ ലോകത്തിലെ ഏറ്റവും ക്രൂരമായ പീഡനം പ്രവഹിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ എന്നുള്ള പാഠം. ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെയും തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കുന്ന സർക്കാർ നടപടിക്കെതിരെയും നടക്കുന്ന ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് മാർച്ച് സംഘടിപ്പിച്ചത്. ജില്ലാ പ്രസിഡന്റ് PV ബാബുരാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. താവം ബാലകൃഷ്ണൻ, CP ഷൈജൻ, KV ബാബു തുടങ്ങിയവർ സംസാരിച്ചു. സീൽ ന്യൂസ്, കണ്ണൂർ. തളിപ്പറമ്പ് കൂർഗ് ബോർഡർ റോഡിലെ വായാട്ടുപറമ്പ് കവലയിൽ റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത കാരണം അപകടങ്ങൾ തുടർക്കഥയാകുന്നു. 1 വർഷത്തിനുള്ളിൽ ചെറുതും വലുതുമായ നിരവധി അപകടങ്ങളാണ് ഇവിടെ നടന്നത്. കോടികൾ മുടക്കി മെക്കാഡം ടാറിംഗ് നടത്തിയ റോഡാണെങ്കിലും എത്ര ശ്രദ്ധിച്ചാലും ഈ ഭാഗങ്ങളിലെത്തുമ്പോൾ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവ് കാഴ്ചയാണ്. ചെറിയൊരു കയറ്റത്തിനൊപ്പം വളവുള്ള ഭാഗമായതിനാൽ എതിരെ നിന്ന് വരുന്ന വാഹനങ്ങളെ കാണാൻ കഴിയാത്തതും അപകടങ്ങളുടെ തീവ്രത വർദ്ധിപ്പിക്കുന്നു. റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് ഈ പ്രശ്നത്തിന്റെ പ്രധാന കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഇവിടെ സ്ഥിരമായിട്ട് റോഡ് ഉണ്ടാകാൻ തുടങ്ങിയിട്ട് പുതിയ റോഡ് വന്ന പിന്നെ ഭയങ്കരമായ പ്രശ്നമാണ്. കാരണം റോഡിന്റെ അപകടമാണ് മെയിൻ കാരണം. ഡ്രൈവർമാരെ കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ആ സെക്ഷനിലെത്തി വണ്ടി തമ്മിൽ അടുത്തെത്തി കഴിഞ്ഞ ശേഷമേ കാണാൻ കഴിയുള്ളൂ. അതുകൊണ്ട് അപകടം ഭയങ്കരമായിട്ട് എല്ലാ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ റോഡിന്റെ അപകടം നിർത്തിയാൽ മാത്രമേ ഈ അപകടം ഒഴിവാക്കാൻ പറ്റുള്ളൂ.
റോഡിന് ഇടതുവശം ചേർന്ന് പോകേണ്ട വാഹനങ്ങൾ പലതും പോകുന്നത് വലതുവശത്തുകൂടെയാണ്. ഇടതുവശത്ത് ആവശ്യമായ വീതിയില്ലാത്തതാണ് ഇത്തരത്തിൽ വാഹനങ്ങൾ ഓടിക്കാൻ ഡ്രൈവർമാരെ നിർബന്ധിതരാക്കുന്നത്. പ്രധാന റോഡിൽ നിന്നും വായാട്ടുപറമ്പ് കോളനിയിലേക്ക് കടന്നുപോകുന്ന ഈ റോഡിന്റെ കയറ്റം കുറക്കാത്തത് കാരണം ഈ ഭാഗങ്ങളിൽ വലിയ ചരിവ് അനുഭവപ്പെടുന്നുണ്ട്. അമിത വേഗതയിൽ വരുന്ന വാഹനങ്ങൾ ചെരിവ് അറിയാതെ കടന്നുപോകുന്നത് അപകടത്തിലേക്കാണ്. റോഡ് നിർമ്മാണ സമയത്ത് കയറ്റം കുറക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാവാത്തതാണ് ഈ പ്രശ്നത്തിന്റെ പ്രധാന കാരണം. എത്രയും പെട്ടെന്ന് പ്രശ്നത്തിൽ അധികൃതർ ഇടപെട്ട് പരിഹാരം കണ്ടെത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സീൽ ന്യൂസ്, ആലക്കോട്. പരിയാരം മെഡിക്കൽ കോളേജ് ഭരണസമിതി തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നടന്നു. LDF നേതൃത്വത്തിലുള്ള പാനൽ മാത്രമാണ് മത്സര രംഗത്തുള്ളത്. 20-നാണ് തെരഞ്ഞെടുപ്പ്. പരിയാരം മെഡിക്കൽ കോളേജ് ഭരണസമിതി തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണമാണ് നടന്നത്. LDF നേതൃത്വത്തിലുള്ള പാനൽ മാത്രമാണ് പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. LDFന്റെ നേതൃത്വത്തിലുള്ള 12-അംഗ ഭരണസമിതിയിൽ 4 പേർ ഒഴികെ ബാക്കി എല്ലാവരും വീണ്ടും മത്സരിക്കുന്നുണ്ട്. നിലവിലുള്ള ചെയർമാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ, വൈസ് ചെയർമാൻ ശേഖരൻ മിനിയോടൻ, KP ജയബാലൻ, VV രമേശൻ, സരള, ഗൌരി നമ്പ്യാർ, കോലിയക്കോട് കൃഷ്ണൻ നായർ, KC പ്രഭാകരൻ എന്നിവരാണ് വീണ്ടും മത്സരരംഗത്തുള്ളത്. മട്ടന്നൂർ CPM ഏരിയ സെക്രട്ടറി V പുരുഷോത്തമൻ, മൊറാഴ കല്ലേശ്ശേരി സഹകരണ ബാങ്ക് പ്രസിഡന്റ് ദാമോദരൻ, ഏഴം പഞ്ചായത്ത് ഭരണസമിതി അംഗം ഉഷ, CMB അരവിന്ദാഷൻ വിഭാഗം നേതാവ് CK നാരായണൻ എന്നിവരാണ് പുതുമുഖങ്ങൾ. UDF പത്രിക സമർപ്പിക്കാത്തതിനാൽ LDFന്റെ വിജയം സുനിശ്ചിതമാണ്. ഈ മാസം 20-ാം തീയതി നടക്കുന്ന ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ 11 പേരാണ് ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അണിനിരത്തിയുള്ള സ്ഥാനാർത്ഥികൾ ജയിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സർക്കാർ ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു ഘട്ടത്തിലും നയപരമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. ഏത് ഘട്ടത്തിലും ഈ സംവിധാനത്തെ ഗവൺമെന്റ് ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ അതിനെ അങ്ങേയറ്റം സ്വാഗതം ചെയ്യാണ് ഇടതുപക്ഷ ജനാധിപത്യം ചെയ്യുന്നത്. CMB അരവിന്ദാഷൻ വിഭാഗത്തിനും ഇക്കുറി ഒരു സീറ്റ് നൽകിയിട്ടുണ്ട്. CK നാരായണനാണ് മത്സരിക്കുന്നത്. ചൊവ്വാഴ്ച സൂക്ഷ്മ പരിശോധന നടക്കും. ബുധനാഴ്ചയാണ് പിൻവലിക്കാനുള്ള അവസാന തീയതി. ഈ മാസം 20-നാണ് തെരഞ്ഞെടുപ്പ്. സീൽ ന്യൂസ്, തളിപ്പറമ്പ്. ബീഡി വ്യവസായം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ബീഡി തൊഴിലാളികൾ കണ്ണൂർ കളക്ടറേറ്റിന് മുന്നിൽ നടത്തുന്ന ധർണ 4 നാൾ പിന്നിട്ടു. ബീഡി ആൻഡ് സിഗാർ ഫെഡറേഷൻ ആഭിമുഖ്യത്തിലാണ് ധർണ നടക്കുന്നത്. 4-ാം ദിനത്തിലേക്ക് കടന്ന സമരം മോട്ടോർ എംപ്ലോയീസ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി PU കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. 10-ാം തീയതി കൂടെ ഈ സമരത്തിന്റെ ആദ്യ പരിപാടികൾ അവസാനിപ്പിച്ച് കൂടുതൽ ശക്തമായ സമരത്തിലേക്ക് പോകും എന്ന കാര്യത്തെ പറ്റി യാതൊരു സംശയവുമില്ല. അതിന് ഈ സംഘടന തയ്യാറാവും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ ശക്തമായ സമരത്തിലൂടെ, ഇനിയും കൂടുതൽ ശക്തമായ സമരത്തിലൂടെ, തൊഴിലാളികളെ പങ്കാളിത്തത്തോടെ നാട്ടിന്റെ ആകെ പ്രശ്നം എന്നുള്ള നിലയ്ക്ക് ഈ പ്രശ്നങ്ങളെ ഏറ്റെടുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അങ്ങനെ പൂക്കോടൻ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. അശോകൻ തുടങ്ങി നിരവധി നേതാക്കൾ സംസാരിച്ചു. സത്യാഗ്രഹം 10-ന് അവസാനിക്കും. സീൽ ന്യൂസ്, കണ്ണൂർ. യൂത്ത് കോൺഗ്രസ് തളിപ്പറമ്പ് ബ്ലോക്ക് കമ്മിറ്റി നേതൃത്വത്തിൽ ചെന്നൈ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ഫണ്ട് ശേഖരണം നടന്നു. DCC മെമ്പർ ET രാജീവൻ ആദ്യ തുക നൽകി ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ കൌൺസിലർ K നബീസ ഏറ്റുവാങ്ങി. രാഹുൽ ദാമോദരൻ, അമേഷ് കുർമാത്തൂർ, പ്രജിത്ത്, മുജീബ്, V രാഹുൽ, രാജീവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. 5000 രൂപയാണ് നൽകിയത്. സീൽ ന്യൂസ്, തളിപ്പറമ്പ്. അധികൃതരുടെ അനാസ്ഥ കാരണം കണ്ണൂർ നഗരത്തിൽ സോളാർ തെരുവിളക്കുകൾ പൊട്ടിവീണ് നശിക്കുന്നു. 25,000-ലധികം രൂപ വില വരുന്ന സോളാർ വിളക്കുകളാണ് തുരുമ്പെടുത്ത് അറ്റുവീണത്. കണ്ണൂർ സ്റ്റേഡിയത്തിന് സമീപം യുദ്ധസ്മാരക സ്തൂപത്തിന് മുമ്പിലുള്ള ഡിവൈഡറിൽ സ്ഥാപിച്ച വിളക്കുകളാണ് പൊട്ടിവീണത്. ബാറ്ററി ഉൾപ്പെടെയുള്ള അനുബന്ധ ഉപകരണങ്ങളും നിലത്ത് കിടന്ന് നശിക്കുന്ന കാഴ്ച. സോളാർ പാനൽ പൂർണ്ണമായും തകർന്നു. സമീപത്തുള്ള സോളാർ വിളക്കുകളും നാശത്തിന്റെ വക്കിലാണ്. യഥാസമയം അറ്റകുറ്റപ്പണി നടത്താത്തതാണ് വിളക്കുകൾ കണ്ണടയ്ക്കാൻ കാരണം. തെരുവുനായ ശല്യം രൂക്ഷമായ നഗരത്തിൽ തെരുവു വിളക്കുകൾ കണ്ണടയ്ക്കുന്നത് കാൽനട യാത്രക്കാർക്ക് ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. പുതിയ തെരുവു വിളക്കുകൾ സ്ഥാപിക്കാൻ പൊതുജനങ്ങൾ മുറവിളി കൂട്ടുമ്പോൾ സ്ഥാപിച്ചവ സംരക്ഷിക്കാൻ പോലും തയ്യാറാവാത്ത അധികൃതരുടെ നിലപാടിൽ പ്രതിഷേധം വ്യാപകമാണ്. സീൽ ന്യൂസ്, കണ്ണൂർ. രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി വീരചരമം പ്രാപിച്ച സേനാംഗങ്ങളെയും സായുധ സേനാംഗങ്ങളെയും വിമുക്തഭടന്മാരെയും രാജ്യം അഭിമാനപൂർവ്വം സ്മരിക്കുന്നു. സ്മരിച്ചുകൊണ്ട് സായുധ സേന പതാക ദിനം സംഘടിപ്പിച്ചു. സായുധ സേന പതാക ദിനത്തിന്റെ ഉദ്ഘാടനം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ADM മുഹമ്മദ് അസ്ലം നിർവഹിച്ചു. 1948
കാശ്മീർ യുദ്ധത്തിൽ പങ്കെടുത്ത ഒരു ജവാന്റെ സഹോദരൻ ഇവിടെ ഇരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വീരമൃത്യുവെക്കുറിച്ചും അതിന്റെ തെളിവുകളും വളരെ താമസിച്ചാണ് നമുക്ക് ലഭിക്കാനിടയായത്. എങ്കിൽ പോലും 1948 യുദ്ധം മുതൽ കണ്ണൂരിന്റെ പങ്ക് ഇന്ത്യ രാജ്യത്തിന് വേണ്ടി ഉണ്ടായിരുന്നു എന്ന് സ്മരിക്കുമ്പോൾ നമ്മുടെയൊക്കെ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ നിന്നും ആത്മാഭിമാനം ഉയർത്തെഴുന്നേൽക്കുകയാണ്. ശൗര്യചക്ര ഹവിൽദാർ PV മനീഷ് സായുധസേന പതാകദിന സന്ദേശം നൽകി. ജില്ലാ സൈനിക ബോർഡ് വൈസ് പ്രസിഡന്റ് കേണൽ NVG നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. RTO PJ പോൾസൺ സൈനിക സ്മരണിക പ്രകാശനം ചെയ്തു. 1965 പാകിസ്ഥാൻ യുദ്ധത്തിൽ വീരചരമം പ്രാപിച്ച സൈനികരുടെ വിധവമാരെ ചടങ്ങിൽ വച്ച് ആദരിച്ചു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ EV സുഗതൻ, സൈനികക്ഷേമ ഓഫീസർ ജോഷി ജോസഫ്, P കണ്ണൻ, വിജയൻ പാറാലി, രാമചന്ദ്രൻ മാവിലായി തുടങ്ങിയവർ സംസാരിച്ചു. സീൽ ന്യൂസ്, കണ്ണൂർ. സായുധസേന പതാക ദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. കണ്ണൂരിൽ യുദ്ധസ്മാരകത്തിൽ പുഷ്പാർച്ചന നടന്നു. വിവിധ സായുധസേനാ വിഭാഗങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു പുഷ്പചക്രം സമർപ്പിച്ചത്. ശൗര്യചക്ര ഹവിൽദാർ PV മനീഷ്, മുൻ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ, ADMO മുഹമ്മദ് അസ്ലം തുടങ്ങിയവരും പുഷ്പചക്രം അർപ്പിച്ചു. സീൽ ന്യൂസ്, കണ്ണൂർ. കല്യാശ്ശേരി അഡീഷണൽ ശിശുവികസന പദ്ധതി ഓഫീസറുടെ കാര്യാലയം കാട് കയറിയ നിലയിൽ. പഴയങ്ങാടി എരിപുരത്ത് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന് ചുറ്റും കാട് മൂടിയത് ഓഫീസിൽ എത്തുന്നവർക്ക് ദുരിതമാണ് സമ്മാനിക്കുന്നത്. കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള ശിശുവികസന പദ്ധതിയുടെ ഓഫീസറുടെ കാര്യാലയമാണ് ഇത്. ചുറ്റും കാടുമൂടിയ അവസ്ഥ. പ്രദേശം സാമൂഹ്യവിരുദ്ധരുടെയും തെരുവു നായ്ക്കളുടെയും വിഹാര കേന്ദ്രം. അന്തിമയങ്ങിയാൽ പ്രദേശം മദ്യപാനികളുടെ കേന്ദ്രം. ഓഫീസിന് ചുറ്റും കാടുമൂടിയതാണ് ഈ ദുർഗതിക്ക് കാരണമായത്. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിലെ അംഗനവാടികളുടെയും മറ്റും പ്രവർത്തനം നിയന്ത്രിക്കുന്ന ഓഫീസ് കൂടിയാണ് ഇത്. ശിശുക്ഷേമവുമായി ബന്ധപ്പെട്ട് നിരവധി പേർ എത്തുന്ന ഓഫീസ്. എന്നിട്ടും ഇത് ശുചിയാക്കാൻ ബന്ധപ്പെട്ടവർക്ക് സമയമില്ല. ഓഫീസ് പരിസരം കാട് വെട്ടിത്തെളിച്ച് ശുചിയാക്കണമെന്നാണ് സമീപവാസികളുടെ ആവശ്യം. ഇവിടെ ഫുള്ളായി മൊത്തമായി കാട് മൂടി കിടക്കുകയാണ്. തെരുവുനാശല്യങ്ങളും പല ഏജന്റുക്കളും കയറി വരുന്ന ഇത് എത്രയും പെട്ടെന്ന് ക്ലീൻ ചെയ്യണമെന്നാണ് പറയാനുള്ളത്. ഇത് നമ്മുടെ ശിശു വികസന പദ്ധതി ഓഫീസറുടെ കാര്യാലയമാണ്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ശുചിത്വമാക്കാൻ വേണ്ടി അധികൃതർ ശ്രദ്ധിക്കുക. ഇതിന് ചുറ്റും കാട് മൂടി കിടക്കുകയാണ്. കല്യാശ്ശേരി അഡീഷണൽ ശിശുവികസന പദ്ധതി ഓഫീസറുടെ കാര്യാലയം ഉടൻ ശുചിയാക്കണമെന്നാണ് നാട്ടുകാരുടെയും അംഗനവാടി ജീവനക്കാരുടെയും ആവശ്യം. സീൽ ന്യൂസ്, ചെറുകുന്ന്. KSTA തളിപ്പറമ്പ് നോർത്ത് ഉപജില്ല രജത ജൂബിലി സമ്മേളനം ചപ്പാരപ്പടവിൽ നടന്നു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം K രാഘവൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ചപ്പാരപ്പടവ് ALP സ്കൂളിൽ നടന്ന സമ്മേളന പരിപാടിയിൽ നൂറുകണക്കിന് അധ്യാപക പ്രതിനിധികൾ സംബന്ധിച്ചു. ഞായറാഴ്ച രാവിലെ ചപ്പാരപ്പടവ് ടൗണിൽ നടന്ന പ്രകടനത്തിനു ശേഷം പതാക ഉയർത്തിയാണ് പ്രതിനിധികൾ സമ്മേളനത്തിൽ എത്തിയത്. തുടർന്ന് നടന്ന സമ്മേളനത്തിൽ KV ദീപേഷ് അധ്യക്ഷത വഹിച്ചു. K ജയരാജൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. NV ജനാർദ്ദനൻ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. EK രമേശൻ, R ഗോപാലൻ, VV രവീന്ദ്രൻ, P സുഗുണൻ, M ആശാലത, T പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. സീൽ ന്യൂസ്, ആലക്കോട്. ഉത്തര കേരളത്തിന്റെ വിനോദസഞ്ചാരത്തിന്റെ മുതൽക്കൂട്ടായി വയലപ്ര പരപ്പ് ചെമ്പല്ലിക്കുണ്ട് ടൂറിസം പദ്ധതി പൂർത്തിയായി. ഉദ്ഘാടനം ഡിസംബർ 18 നടക്കും. പ്രകൃതി രമണീയമായ വയലപ്ര പരപ്പ് പ്രദേശത്ത് 84 ലക്ഷം രൂപ ചിലവിലാണ് ടൂറിസം പദ്ധതി സാക്ഷാത്കരിച്ചത്. പരിസ്ഥിതി സൗഹൃദ വിനോദസഞ്ചാരത്തിനാണ് ഇവിടം തുടക്കം കുറിക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി വയലപ്ര പരപ്പ് നവീകരിച്ചു. സഞ്ചാരികൾക്ക് ഏറെ നേരം സമയം ചെലവഴിക്കാൻ ആവശ്യമായ സൗകര്യങ്ങളും ഒരുക്കി. കഫ്റ്റീരിയ, ഇരിക്കാൻ കൊണ്ടുള്ള ബെഞ്ച്, ഉദ്യാനം എന്നിവയും ഇവിടുത്തെ പ്രത്യേകതയാണ്. കുട്ടികളുടെ പാർക്കും ഇതോടൊപ്പം സ്ഥാപിക്കുന്നുണ്ട്. ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ചെറുതാഴം ഗ്രാമപഞ്ചായത്താണ് ഇതിനാവശ്യമായ സ്ഥലം വിട്ടു നൽകിയത്. TV രാജേഷ് MLA ആണ് പദ്ധതി ഗവൺമെന്റിന് സമർപ്പിച്ചത്. അപൂർവ ഇനം പക്ഷികൾ, അതുപോലെ പല ഇനം കണ്ടലുകൾ, മറ്റ് പല വിദ്യാർത്ഥികൾക്ക് പോലും ഇത് പഠിക്കാനും എല്ലാ സൗകര്യത്തോടു കൂടി തന്നെയുള്ള ഒരു പാർക്ക് തന്നെയാണ് ഇത്. പൊതുവെ മറ്റുള്ള പാർക്കിനെ അപേക്ഷിച്ചിട്ട് അത്രയും ഗുണം തന്നെയാണ് ഈ പാർക്കിലുള്ളത്. ഡിസംബർ 18 മന്ത്രി AP അനിൽകുമാർ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. സീൽ ന്യൂസ്, ചെറുകുന്ന്.
അന്തരീക്ഷ മലിനീകരണത്താൽ വീർപ്പുമുട്ടുന്ന മാങ്ങാട് ധർമ്മശാലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് മാങ്ങാട്ടുപറമ്പ് പരിസ്ഥിതി സംരക്ഷണ സമിതി പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. പരിപാടിയുടെ ആദ്യഘട്ടമെന്ന നിലയിൽ ചൊവ്വാഴ്ച ധർമ്മശാല കേന്ദ്രീകരിച്ച് ജനകീയ കൺവെൻഷൻ നടക്കും. വായുവും മണ്ണും ഒരുപോലെ മലിനമായി പ്രദേശത്തെ ജനങ്ങളെല്ലാം ഗുരുതരമായ ആരോഗ്യ പാരിസ്ഥിതിക പ്രശ്നങ്ങളുടെ നടുവിലാണ്. ഈ സാഹചര്യത്തിലാണ് മാങ്ങാട്ടുപറമ്പ് പരിസ്ഥിതി സംരക്ഷണ സമിതി നേതൃത്വത്തിൽ പ്രതിഷേധത്തിന് ഒരുങ്ങുന്നത്. വെള്ളം ടെസ്റ്റ് ചെയ്യുമ്പോൾ MLA ആണ് ലെറ്റർ കൊടുത്തിട്ടുണ്ടായി. ആ വെള്ളം MLA കൊടുത്ത ലെറ്ററിന് ഒരു പ്രതികരണം കിട്ടാതുകൊണ്ട് അവസാനം നമ്മൾ തന്നെ കീഴിൽ പോയി കളക്ടറേറ്റിൽ പോയപ്പോൾ DMO അയച്ചു തന്നു. DMO ഓഫീസിൽ പോയി വെള്ളം ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പറഞ്ഞ മുനിസിപ്പൽ അതോറിറ്റി നമ്മളല്ല, മുനിസിപ്പൽ ഹെൽത്താണ് ഇത് ടെസ്റ്റ് ചെയ്യേണ്ടത് പറഞ്ഞു. എന്നിട്ട് ആ വെള്ളം അവസാനം നമ്മളെ കുറച്ച് പ്രഷർ കൊണ്ട് അവർ വെള്ളം ടെസ്റ്റ് ചെയ്തു. വെള്ളം ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ മഴയ്ക്ക് മുന്നേ ചെയ്യുന്നതായിരുന്നു നമ്മൾ ആവശ്യപ്പെട്ടില്ലേ. പക്ഷെ മഴ നല്ല ശരിക്കും മൂർത്തൻ്റെ അവസ്ഥയിലെത്തി കിണറ്റിലെ വെള്ളം നിറഞ്ഞു വന്ന ശേഷമാണ് ഈ വെള്ളം ടെസ്റ്റ് അവർ വന്നത്. അപ്പോൾ നമ്മൾ ഞാൻ എന്നിട്ട് എൻ്റെ പേഴ്സണലി പറഞ്ഞു ഈ സമയത്ത് വെള്ളം ടെസ്റ്റ് ചെയ്ത് കാര്യം ഉണ്ടാവില്ല, ഇത് ഡയറക്റ്റ് ആയിട്ടില്ലേ. അപ്പോൾ MLA മുമ്പ് പറഞ്ഞു നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർ അങ്ങോട്ട് പോകും. അപ്പോൾ ഇത് കൊണ്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്താൽ അവർ എഴുതി തീർക്കും. അതുകൊണ്ട് ടെസ്റ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരു 54 കേന്ദ്രത്തിലെ വെള്ളം ടെസ്റ്റ് ചെയ്തപ്പോൾ 54 കേന്ദ്രത്തിലും ബാക്ടീരിയയും പല പ്രശ്നങ്ങളും നമുക്ക് കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇപ്പോൾ ഉണ്ട്. ഈ 54 വീട്ടിലേക്ക് ടെസ്റ്റ് ചെയ്തിട്ട് 54 വീട്ടിലെ കേന്ദ്രം പറ്റില്ല. അതുപോലെ ആ സമയത്ത് നമ്മൾ ഈ കോളേജിലെ കേന്ദ്രത്തിലും കുറച്ച് ഇൻഡസ്ട്രീസ് കേന്ദ്രത്തിലും വെള്ളം ടെസ്റ്റ് ചെയ്തിരുന്നു. അവർ പല ഈ കോളേജിലെ കേന്ദ്രത്തിലും ഒരു കേന്ദ്രത്തിൽ വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതിൻ്റെ ഇൻഡസ്ട്രിയുടെ കണ്ടിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ അവിടെ അയൺ കണ്ടന്റ് വളരെ കൂടുതലാണ്. 0.05 കൂടുന്ന 0.5 ലെവലിൽ എത്തിയിട്ടുണ്ട്. കുടിക്കാൻ പറ്റില്ല. നമ്മൾ അടുത്ത ഒരു നമ്മുടെ മെമ്പറായിട്ടുള്ള ഒരു KV കരുണാകരൻ്റെ വീട്ടിൽ ഇപ്പം വെള്ളം എടുത്താൽ കാണാം മഞ്ഞവെള്ളം. കിണറ്റിലെ നല്ല ശുദ്ധ അവർ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണ് ഇപ്പം മഞ്ഞവെള്ളം. ഇപ്പം പോയാലും കാണാം. ഇന്നലെ എന്നെ എടുത്ത് കാണിച്ചു ഇത് മഞ്ഞവെള്ളം നമ്മൾ ചെയ്യണമെന്ന്. ഇപ്പൊ ഇത് നമ്മുടെ അനുഭവം പങ്കുവച്ചപ്പോൾ എല്ലാ ഏരിയയും ഇതിന്റെ സ്ഥിതി. പിന്നെ പല ക്യാൻസർ രോഗികളായി ക്യാൻസർ പിടിച്ച് മരിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. ചൊവ്വാഴ്ച വൈകിട്ട് ധർമ്മശാലയിൽ നടക്കുന്ന ജനകീയ കൺവെൻഷനിൽ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. സീൽ ന്യൂസ്, ധർമ്മശാല. പെരുമ്പടവ് നിർമ്മല ഭവനിലെ കുരുന്നുകൾക്ക് സ്നേഹസ്പർശവുമായി വിദ്യാർത്ഥികൾ നടത്തിയ യാത്ര ശ്രദ്ധേയമായി. വെള്ളൂർ ടാഗോർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളാണ് നിർമ്മല സ്നേഹഭവനിലെ കുരുന്നുകൾക്കൊപ്പം ഒഴിവുദിനം പങ്കിടാനെത്തിയത്. ജൂനിയർ റെഡ് ക്രോസ്, സ്കൗട്ട് ആൻഡ് ഗൈഡ് എന്നിവയിലെ അംഗങ്ങളായ 70ഓളം വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് മനുഷ്യസ്നേഹവും കരുണയും നന്മയും വറ്റിയിട്ടില്ല എന്ന പ്രഖ്യാപനവുമായി സ്നേഹഭവനിലെ കുരുന്നുകൾക്കൊപ്പം ഒരു ദിവസം പങ്കിട്ടത്. രാവിലെ 10 മണിയോടുകൂടി എത്തിയ സംഘങ്ങളെ സ്നേഹഭവനിലെ കുരുന്നുകൾ സ്വീകരിച്ചു. തുടർന്ന് നടന്ന സ്നേഹസദസ്സ് അനീഷ് ഉദ്ഘാടനം ചെയ്തു. VV നാരായണൻ അധ്യക്ഷത വഹിച്ചു. ECK രാജേഷ്, രജനി, KC സതീശൻ, P സനൽ, മഞ്ജുഷ എന്നിവർ സംബന്ധിച്ചു. സ്നേഹഭവനിലെ കുരുന്നുകളുമായി അനുഭവങ്ങൾ പങ്കുവച്ച വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കുകയും മധുരപലഹാരവും ഉപഹാരവും വിതരണം ചെയ്യുകയും ചെയ്തു. സീൽ ന്യൂസ്, ആലക്കോട്. കേരള യുവതയുടെ കലാകായിക സാംസ്കാരിക വേദി എന്ന നിലയിൽ ജനശ്രദ്ധ നേടിയ കേരളോത്സവം 28ാം വർഷത്തിലേക്ക് കടക്കുന്നു. ഈ വർഷത്തെ കേരളോത്സവം 9 മുതൽ 13 വരെ കതിരൂരിൽ നടക്കും. കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡും ജില്ലാ പഞ്ചായത്തും ചേർന്നാണ് കേരളോത്സവം സംഘടിപ്പിക്കുന്നത്. 9-ന് ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ മത്സരങ്ങൾ തലശ്ശേരി സ്റ്റേഡിയത്തിൽ നടക്കും. നീന്തൽ മത്സരം തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രകുളത്തിലും നടക്കും. കായിക മത്സരങ്ങൾ 9-ന് ആരംഭിക്കും. കലാമത്സരങ്ങൾ 12, 13 തീയതികളിലായിട്ടാണ് നടക്കുന്നത്. കതിരൂരിലും പരിസര പ്രദേശത്തും തയ്യാറാക്കിയിട്ടുള്ള വേദികളിൽ വെച്ചിട്ടാണ് കേരളോത്സവം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ജില്ലാ കേരളോത്സവത്തിൽ പങ്കെടുക്കേണ്ട അതിൻ്റെ താഴെത്തലത്തിലുള്ള മത്സരങ്ങൾ മുഴുവൻ ബ്ലോക്ക് പഞ്ചായത്തുകളും ഏതാണ്ട് പൂർത്തീകരിച്ച് അതിൻ്റെ എൻട്രികൾ ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. വിപുലമായ രീതിയിൽ തന്നെ കതിരൂർ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെയുള്ള ജനങ്ങളുടെ സഹകരണത്തോടുകൂടി നല്ല രീതിയിൽ 9 മുതൽ 13 വരെ കേരളോത്സവം ഭംഗിയായി. 11-ന് അത്ലറ്റിക് മത്സരവും 12-ന് കളരിപ്പയറ്റ്, രചനാ മത്സരം എന്നിവയും നടക്കും. 3 മണിക്ക് പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ കേരളോത്സവം ഉദ്ഘാടനം ചെയ്യും. 13-ന് സമാപന സമ്മേളനം കളക്ടർ P ബാലകിരൺ ഉദ്ഘാടനം ചെയ്യും. 5 വേദികളിലായാണ് കേരളോത്സവം നടക്കുകയെന്നും ഭാരവാഹികൾ പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PP ദിവ്യ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ KV സുമേഷ്, K ശ്രീജിത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. സീൽ ന്യൂസ്, കണ്ണൂർ. കേരളോത്സവത്തിന്റെ ഭാഗമായി ശ്രീകണ്ഠാപുരം നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ നടന്ന കായിക മത്സരങ്ങൾ സമാപിച്ചു. കോട്ടൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന ഫുട്ബോൾ മത്സരത്തോടെയാണ് കായിക ഇനങ്ങൾ സമാപിച്ചത്. ഫുട്ബോൾ ഫൈനൽ മത്സരങ്ങളോടെയാണ് കേരളോത്സവത്തിന്റെ കായിക ഇനങ്ങൾ അവസാനിച്ചത്. വിജയികൾക്ക് നഗരസഭാ ചെയർമാൻ PP രാഘവൻ ഉപഹാരങ്ങൾ നൽകി. മുനിസിപ്പൽ കൌൺസിലർമാരായ AP മുനീർ, വർഗീസ്, പ്രിൻസൻ ആന്റണി തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു. ക്രിക്കറ്റ് മത്സരത്തിൽ ഗ്രീൻ സ്റ്റാർ പറയങ്ങാടി ജേതാക്കളായി. സീൽ ന്യൂസ്, ശ്രീകണ്ഠാപുരം.
KSTA മാടായി സബ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ ചെറുകുന്നിൽ ഗുരുവന്ദനം പരിപാടി സംഘടിപ്പിച്ചു. ജെയിംസ് മാത്യു MLA ഉദ്ഘാടനം ചെയ്തു. തിരിച്ചറിവ് എന്ന് പറയുന്നത് അങ്ങനെ നേടാൻ സാധിക്കുന്നതല്ല. തിരിച്ചറിവില്ലാത്ത ഒരു തലമുറ വളർന്നു വരുന്നത് ഒരു സമൂഹത്തിനും ഒരിക്കലും നന്മയല്ല പകരുക. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ രജത ജൂബിലി സമ്മേളനത്തിന്റെ ഭാഗമായാണ് ഗുരുവന്ദനം സംഘടിപ്പിച്ചത്. K. അജയൻ അധ്യക്ഷത വഹിച്ചു. KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം KK പ്രകാശൻ പ്രഭാഷണം നടത്തി. K. മനോജ് കുമാർ, CV സുരേഷ് ബാബു, TV ഗണേശൻ, MC ലത, PK നാരായണൻ, ഹസൻ കുഞ്ഞി, E നാരായണൻ, KV ബാലൻ തുടങ്ങിയവർ സംബന്ധിച്ചു. സീൽ ന്യൂസ്, ചെറുകുന്ന്. മുണ്ടേരി സുഹൃത്ത് വേദി ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട A. പങ്കജാക്ഷന് സ്വീകരണം നൽകി. ഡോക്ടർ മൊയ്തു മഠത്തിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. KP ഗോപാലൻ A. പങ്കജാക്ഷന് ഉപഹാരം നൽകി. MK ആനന്ദൻ അധ്യക്ഷത വഹിച്ചു. K. അരവിന്ദാക്ഷൻ, മുഹമ്മദ് മുണ്ടേരി, P. മുകുന്ദൻ, TP നാരായണൻ, PK രാഘവൻ, M. പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. സീൽ ന്യൂസ്, മുണ്ടേരി. മാണിയൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ അഷ്ടലക്ഷ്മി ഹോമം നടന്നു. സദ്ഗുരു ഋഷിദേവ് നരേന്ദ്രൻ കാർമ്മികത്വം വഹിച്ചു. ഹോമത്തിലെ ദൈവിക ശക്തികൾ കൊണ്ട് ക്ഷേത്ര ചൈതന്യത്തെ ഉയർത്തുകയും പ്രദേശത്തെ പ്രകൃതിയെ ശുദ്ധീകരിക്കുകയും മനുഷ്യർക്ക് യാതനാരഹിതമായ ജീവിതം നയിക്കുവാൻ തടസ്സങ്ങൾ ഒഴിവാക്കുന്നതിനും വേണ്ടിയാണ് ഹോമം നടത്തിയത്. ചെക്കിക്കുളം ടൗണിൽ നിന്ന് ബാൻഡ് മേളത്തിന്റെയും താലപ്പൊലിയുടെയും അകമ്പടിയോടുകൂടിയാണ് സദ്ഗുരു ഋഷിദേവിനെ സ്വീകരിച്ചത്. നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് ഹോമത്തിൽ പങ്കെടുക്കാൻ ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേർന്നത്. സീൽ ന്യൂസ്, മുണ്ടേരി. വാർത്തകൾ അവസാനിക്കും മുമ്പേ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ണൂർ കോർപ്പറേഷൻ സ്ഥിരം സമിതി തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ ഹർജി. ക്ഷേമകാര്യ സ്ഥിരം സമിതി തെരഞ്ഞെടുപ്പിൽ തന്റെ വോട്ട് അസാധുവല്ലെന്നും 11 നടക്കുന്ന ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണമെന്നും ആവശ്യപ്പെട്ട് കൌൺസിലർ C. എറമുല്ലാൻ ഹൈക്കോടതിയിൽ. ശ്രീകണ്ഠപുരത്ത് വീണ്ടും അനധികൃത മണൽ കടത്ത് സജീവം. ടിപ്പർ ലോറിയിൽ കടത്താൻ ശ്രമിക്കവേ 2 ലോഡ് മണൽ പിടികൂടി. 8 പേർ അറസ്റ്റിൽ. പരിയാരം മെഡിക്കൽ കോളേജ് ഭരണസമിതി തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നടന്നു. പത്രിക സമർപ്പിച്ചത് LDF നേതൃത്വത്തിലുള്ള പാനൽ. UDF വിട്ടുനിന്നു. അനാസ്ഥയുടെ പര്യായമായി എരിപുരത്തെ കല്യാശ്ശേരി അഡീഷണൽ ശിശുവികസന പദ്ധതി ഓഫീസറുടെ കാര്യാലയം. കെട്ടിടം കാട് കയറി. ഇഴജന്തുക്കളുടെയും മദ്യപാനികളുടെയും കേന്ദ്രം. നടപടി സ്വീകരിക്കാതെ അധികാരികൾ. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.